മാങ്ങയെല്ലാം ഒരുപാട് കിട്ടുന്ന ഈ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് മാമ്പഴ പുളിശ്ശേരി. ഇത് മാത്രം മതി നമുക്ക് ചോറിനാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കുന്നത് എന്നുള്ളത്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ എപ്പോഴും ചന്ദ്രക്കാരൻ മാങ്ങയാണ് ഏറ്റവും നല്ലത്. 3-4 മാങ്ങ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 4 മാങ്ങ എടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം ഇതുപോലെ ഒന്ന് പറിച്ച് കളയാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ തൊലി ഇതുപോലെ പറിച്ച് കളയാണ് ചെയ്യാറ്. ഇനി ഇതെല്ലാം കൂടെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ നെയ്യ്, 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് വെള്ളം. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. മാങ്ങ കുറച്ചൊന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയ ചൂടുവെള്ളമാണെങ്കിൽ നെയ്യും കൂടെ നല്ല പോലെ മിക്സ് ആയിക്കോളും. ഇനി നമ്മൾക്കിത് അടുപ്പത്തോട്ട് വെക്കാനുള്ളതാണ്. എല്ലാം കൂടെ ഇളക്കിയെടുത്തതിന് ശേഷം ഇത് നേരെ അടുപ്പിലേക്ക് വെക്കാം. ഇനി ഇത് ചെറിയ തീയിലൊന്ന് തിളച്ച് വരണം. അത്രയും സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അടച്ച് വയ്ക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ തിളച്ച് വരും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട തേങ്ങ അരപ്പ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിതിട്ട് കൊടുക്കുക. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, എരിവിനാവശ്യമായിട്ട് 2-3 പച്ചമുളക്, പിന്നെ ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തൈര്. അരയ്ക്കുമ്പോൾ നമ്മൾക്ക് വെള്ളം കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ തൈര് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ തേങ്ങയെല്ലാം നല്ലപോലെ അരച്ച് വന്നിട്ടുണ്ട്. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അവിടെ മാങ്ങ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് കുറച്ചൊന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓർഗാനിക് ശർക്കരയുടെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം ഒരച്ച് ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഉരുക്കുക. എന്നിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് നേരെ ഒഴിച്ചു കൊടുത്താലും മതി. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശർക്കരയെല്ലാം നല്ല പോലെ ഒന്ന് അലിഞ്ഞ് വന്ന് ഇതിലേക്ക് പിടിക്കണം. അപ്പോഴാണ് മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ശർക്കരയും കൂടെ ഒഴിച്ചിട്ട് ഇത് കുറച്ചൊന്ന് കുറുകി വരണം. അത്രയും സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതോടെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ ഇതിനകത്ത് തൈരൊക്കെ ഒഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇളക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും. നല്ല പോലെ ഇളക്കി ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് ചൂടാവുന്നവരെ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഈ സമയത്ത് ഉപ്പെല്ലാം ഒന്നുകൂടെ നോക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാം കറക്റ്റ് പാകമാണ്. നല്ല പോലെ ഇത് ചൂടായി വന്നിട്ടുമുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾക്കിനി ഇതിനകത്തേക്ക് താളിച്ചിടാനായിട്ടുണ്ട്. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യിൽ താളിക്കുന്നതാണ് എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഇത് വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ വഴറ്റിയെടുക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. നല്ല പോലെ വഴന്നു കഴിഞ്ഞാൽ നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.